അസ്സലാമു അലൈക്കും. സിൽഫിറ നാട്ടുവച്ച ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഫാരിസ്. പ്രധാന വാർത്തകൾ. കൊച്ചിയിൽ അങ്കണവാടിയിൽ 12 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ. കെജ്രിവാൾ വീണ്ടും കുരുക്കിൽ. മദ്യനയ കേസിൽ പ്രോസിക്യൂട്ടർ ചെയ്യാൻ കൊണ്ടുപോയി. മുനമ്പം ഭൂപ്രശ്നം അഴിയാത്ത രഹസ്യങ്ങൾ. ജാമിഅ ദാറുൽ മആരിഫ് ക്യാമ്പസ് കലാമേളക്ക് ഇന്ന് തുടക്കമായി. പ്രൊവിഡന്റ് ഫണ്ട് തട്ടിപ്പ് റോബിൻ ഉത്തപ്പയ്ക്കെതിരെ അറസ്റ്റ് വാറന്റ്. വാർത്തകൾ വിശദമാകുന്നു. മുനമ്പം ഭൂപ്രശ്നം അഴിയാത്ത രഹസ്യങ്ങൾ. വഖഫ് ഭൂമി തർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചതോടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പം നിവാസികൾ. മുനമ്പം മേഖലയിലെ 116 ഏക്കർ ഭൂമിയിലാണ് വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചത്. കൈവശമുള്ള ഭൂമിക്ക് കരം അടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് 600ഓളം കുടുംബങ്ങൾ. എന്താണ് മുനമ്പത്തെ പ്രശ്നം? മുനമ്പത്ത് നിന്നും നമ്മുടെ പ്രതിനിധി സയ്യിദ് സാലിം നമ്മോട് കൂടെ ചേരുന്നു. ഹലോ ഫാരിസ്, വഖഫ് വിഭാഗത്തിലേക്ക് പോകും മുമ്പ് 74 വർഷം പിന്നിലെ ചരിത്രം കുറിയടിയാണ്. വർഷം 1950. സിദ്ദിഖ് സെക്രട്ടറി എന്ന ആളുടെ ഉടമസ്ഥയിൽ മുനം ബീച്ച് റോഡിനോട് ചേർന്ന് കിടക്കുന്ന 400 ഏക്കർ ഭൂമി ഇസ്ലാമിക ദർശനങ്ങളുടെ വിദ്യാഭ്യാസം നടത്താനായി ഭൂമി കോഴിക്കോട് ഫാറൂഖ് കോളേജിനായി ദാനമായി നൽകി. എന്നാൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി കോളേജ് ഭൂമി ഉപയോഗിച്ചിട്ടില്ല. 1959 പലർക്കായി വിൽപ്പന നടത്തി. മുമ്പത്തെ സാധാരണക്കാരെ മത്സ്യത്തൊഴിലാളികൾ ഭൂമി വില കൊടുത്തു വാങ്ങി. 400 ഏക്കർ കടൽ എടുത്ത് 1114 ഏക്കർ ആയി ചുരുങ്ങി. 2 വർഷം വഖഫ് ബോർഡ് ഭൂമിയിൽ അവകാശം ഉന്നയിച്ചതാണ് വിവാദം. ആധാരത്തിൽ വഖഫായി നൽകുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ബോർഡ് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ വഖഫ് ബോർഡിന്റെ വാദങ്ങളെ ജനകീയ സമിതി എതിർക്കുന്നുവെന്ന് നിയമവശങ്ങൾ ഉയർത്തിയതാണ്. 610 കുടുംബങ്ങളാണ് ഭൂമിയിൽ താമസിക്കുന്നത്. വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചതോടെ ഇവരുടെ ജീവിതം വഴിമുട്ടി. ക്രൈസ്തവർക്കും പുറമെ SNDP യോഗവും സമരമുഖത്തുണ്ട്. ഭൂമി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് നാട്ടുകാർ എഴുതുന്നു. ഭൂമി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് വാദിക്കുന്ന വഖഫ് ബോർഡിന്റെ വാദം ജയിക്കുമോ? അതെ അതെ സൈസാലിം, നിലവിൽ എന്താണ് മുനമ്പത്തെ ആളുകളുടെ പ്രതികരണം? എന്താണ് അവർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമുക്ക് അങ്ങനെ ഒരാളെ വീക്ഷിക്കാൻ അവിടെ സാധിച്ചിട്ടുണ്ടോ? മുനമ്പ ബീച്ചിൽ നിന്ന് നമ്മളൊരു പ്രതിനിധി ഇവിടെ ചേരുന്നുണ്ട്. ഫാറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഈ ഭൂമികളൊക്കെ വില കൊടുത്തു വാങ്ങിയതാണ്. എങ്കിലും പല വ്യക്തിത്വങ്ങൾ പറയുന്നത് ഇതൊക്കെ കൈയേറിയതാണ് എന്നാണ്. ഇതൊക്കെ ഞങ്ങൾ 150 വർഷം മുമ്പ് ഞങ്ങളെ കാരണവർമാർ മുതൽ ഇങ്ങനെ കൈമാറി വന്ന ഭൂമികളാണ് ഇതെല്ലാം. അല്ല ഞങ്ങളാരും കൈയേറിയതോ അല്ലെങ്കിൽ കൈയടക്കിയതോ ആയിട്ടുള്ളതല്ല. ജാമിഅ ദാറുൽ മആരിഫ് വലിയോറ ക്യാമ്പസ് കലാമേളക്ക് തുടക്കമായി. ഓരോ വർഷവും വ്യത്യസ്ത ആശയങ്ങൾ ഒരുക്കുന്നതാണ് ക്യാമ്പസ് കലാമേള. ദാറുൽ മആരിഫിൽ നിന്നും നമ്മുടെ പ്രതിനിധി ഇഹ്സാൻ മുഹമ്മദ് നമ്മോട് കൂടെ ചേരുന്നു. എന്താണ് ഇഹ്സാനെ ദാറുൽ മആരിഫിലെ വിശേഷങ്ങൾ? പോരാട്ടമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണെങ്കിലും ഇവിടെ അട്ടിമറിക്ക് ഏത് നിലക്കുമുള്ള സാധ്യത നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ കുട്ടികൾ വളരെ ക്രിയാത്മകമായി ഒരു സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ധാരാളം കുട്ടികൾ അത് വാങ്ങാനും മറ്റുമായി നിലകൊള്ളുന്നു. മറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം 15 മിനിറ്റുമായി ഇവിടെ നടത്തുന്നത് രാവിലത്തെ സെക്ഷൻ ഇന്ന് വൈകുന്നേരത്തേക്കാക്കി. ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ ഇവിടെ വന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കും. മറ്റു പ്രമുഖരായ ഇവിടെ പരിപാടിക്ക് വരുന്നുണ്ട്. എന്താണ് ഈസാനെ വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണല്ലോ ദാറുൽ മആരിഫിലെ ഗസ്റ്റ്? എന്താണ് ഈ 11ാമത് എഡിഷനിലെ ആശയം, ആവിഷ്കാരങ്ങളെല്ലാം എന്തൊക്കെയാണ്? വളരെയധികം വ്യത്യസ്തമായ ഒരു പ്രത്യേകതയുള്ളത് നിശബ്ദതയുടെ കളറുകൾ എന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ഇവിടെ കണ്ടതായി കൊടുത്തിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മലബാർ അതുപോലെ വിവിധ വിഷയങ്ങളിൽ കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയിട്ട് വളരെയധികം ക്രിയാത്മകമായിട്ടാണ് ഇവിടെ ഓരോ ദിവസവും പരിപാടികൾ. നമ്മളത് ഇതിന്റെ വേദിയിലേക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ ആ കളറുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അത്രയ്ക്ക് വളരെയധികം ക്രിയാത്മകമായിട്ടാണ് കുട്ടികൾ ഇവിടെ പരിപാടികൾ അവതരിപ്പിച്ചിരിക്കുന്നത്. വാർത്തകൾ ഇടവേള. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.